വില കൂടുതലാണ് എന്നൊരു ചോദ്യം വന്നാലേ നമ്മൾ സാധാരണഗതിയിൽ ഞാനെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ആര് പറഞ്ഞു ഇതിന് വില കൂടുതലാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ സംസാരിച്ചിരുന്നത്. പിന്നെയാണ് എൻ്റെ ആശാന്മാർ എന്നോട് വന്ന് പറഞ്ഞത് അങ്ങനെയല്ല പറയേണ്ടത് രാജീവേ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെയാ, അങ്ങനെ അവർ പറയുന്നത് അംഗീകരിച്ചു കൊടുത്താൽ എങ്ങനെ ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വലിയ നേതാക്കന്മാർ നമുക്ക് പറഞ്ഞത് ഉത്തരം ഇതാണ്, അതെ, ഇതാണ് ഉത്തരം കൊടുക്കേണ്ടത്. വില കൂടുതലാണ് എന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അതെ എന്ന് അവരോട് ഉത്തരം പറയണം. സാർ പറഞ്ഞത് ശരിയാണ്, സാർ കൃത്യമായ ഒരു കാര്യമാണ് പറഞ്ഞത്, താങ്ക് യു, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് നന്ദി. അതാണ് ശരിക്കും വില കൂടുതലാണെന്ന് പറഞ്ഞാൽ അതെ സാർ പറഞ്ഞത് കറക്റ്റാണ്, അങ്ങനെ പറയണം. അല്ലാണ്ട് ആര് പറഞ്ഞു ഇതിന് വില കൂടുതലാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അവിടെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പം അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ചോദ്യം ഇതാണ്, ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് ശരിയാണ്, സാറ് പറഞ്ഞത് ശരിയാണ്, മറ്റു ഗാനോഡർമ ഉൽപ്പന്നങ്ങളെക്കാൾ എത്ര ശതമാനം കണ്ട് വില കൂടുതലാണ്? തിരിച്ച് ചോദ്യകർത്താവിനോടുള്ളതാണ്. മറ്റു ഗാനോഡർമ ഉൽപ്പന്നങ്ങളെക്കാൾ എത്ര ശതമാനം കണ്ട് വില കൂടുതലാണ്? അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? എൻ്റെ മോനെ ഇത് ഭയങ്കര വിലയടായിരുന്നു, ഇങ്ങനെയല്ലേ പറയണത്. അപ്പൊ നമ്മൾ പറയും ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്ടാ, അല്ലെങ്കിൽ മാഡം പറഞ്ഞത് കറക്റ്റാണ്ടാ, വിലയുണ്ട്, അതെ ശരിയാണ്. പക്ഷെ മറ്റ് ഗാനോഡർമ ഉൽപ്പന്നങ്ങളെക്കാൾ എത്ര ശതമാനം കണ്ടാണ് ചേട്ടാ ഇതിന് വില കൂടുതലുള്ളത്? അപ്പോഴാണ് അയാൾ ഈ ഗാനോഡർമ എന്താണെന്ന് അറിയുന്നതും ഗാനോഡർമയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യിക്കുകയാണ് അയാളെ. ഇത് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ടെക്നിക്കാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. വില കൂടുതലാണ്, ഉത്തരം എന്തായിരിക്കണം? അതെ, നോ എന്ന് പറയരുത്, അതെ യെസ് ആണ്. മറ്റു ഗാനോഡർമ ഉൽപ്പന്നങ്ങളെക്കാൾ എത്ര ശതമാനം കണ്ട് വില കൂടുതലാണ്? അപ്പൊ ഇയാൾ ഗാനോഡർമ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് പഠിക്കേണ്ടി വരും. അപ്പൊ അയാൾ ഗാനോഡർമ ഉൽപ്പന്നങ്ങളാണ്, ഈ ചോദ്യം നമുക്ക് കിട്ടണം. ഓക്കെ, രണ്ടാമത്തേത് അടുത്ത ചോദ്യം ചോദിക്കണം. അടുത്ത ചോദ്യം ഇനിയിപ്പോ ഗാനോഡർമനെ നമ്മൾ പറയണമല്ല, അത് ഗാനോഡർമ പറഞ്ഞു കഴിയുമ്പോഴേക്കും അയാൾ ചിലപ്പോൾ വാങ്ങിച്ചെന്ന് വരും. രണ്ടാമത്തത്, ഒരു ഉൽപ്പന്നം സാറേ അല്ലെങ്കിൽ ചേട്ടാ അങ്കിളെ, ഒരു ഉൽപ്പന്നം എപ്പോഴാണ് വില കൂടുതലും കുറവുമാകുന്നത്? ഇത് നമ്മളല്ല ആൻസർ തരേണ്ടത് അദ്ദേഹമാണ്. അപ്പോ നമ്മുടെ ആദ്യത്തെ ചോദ്യം വില കൂടുതലാണ്, അതെ സാർ. സാറ് പറഞ്ഞ കാര്യത്തിനോട് ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാണ്. മറ്റ് ഗാനോഡർമ ഉൽപ്പന്നങ്ങളെക്കാൾ എത്ര ശതമാനം കണ്ടാണ് ഇതിന്റെ വില കൂടുതലായിട്ട് സാറിന് തോന്നിയത്? അവിടെയാണ് സംഭവം കിടക്കുന്നത്. അല്ല, ഗാനോഡർമ ഉൽപ്പന്നങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ പൊട്ടച്ചായ ആയിട്ടാണ്. അപ്പൊ അടുത്ത ചോദ്യം വരികയാണ്, സാർ ഒരു ഉൽപ്പന്നം എപ്പോഴാണ് വില കൂടുതലും കുറവാകുന്നത്? അവർ സ്വാഭാവികമായിട്ടും പറയുന്നറിയാമോ? ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് വരും. നിങ്ങൾക്ക് അതിൽ പിടിച്ച് കയറാനായിട്ടുള്ള അവസരങ്ങളാണ് ഈ വില കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. മൂന്നാമത്തത്, സാറേ 100 രൂപയുടെ ഒരു സാധനം, ഞാനൊരു ഉദാഹരണം പറയാം, നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാധനമാണ്. 100 രൂപയുടെ ഒരു സാധനം 3 ഉപയോഗങ്ങളുണ്ട്. പക്ഷെ ആ 3 ഉപയോഗവും നടന്നില്ല. 100 രൂപക്ക് ഒരു സാധനം വാങ്ങിച്ചപ്പോൾ നമ്മുടെ വിൽപ്പനക്കാരൻ പറഞ്ഞത് ഇത് അതിന് പറ്റും, ഇത് ഇതിന് പറ്റും, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അതൊക്കെ കേട്ടിട്ട് 100 രൂപയുടെ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷെ ഒരെണ്ണം പോലും വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. 1000 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു, പക്ഷെ 10 ഉപയോഗങ്ങൾ നടന്നു. സാറ് ഏത് വാങ്ങി? ആദ്യത്തെ ചോദ്യം വില കൂടുതലാണ്, ഉത്തരം അതെ സാർ. മറ്റു ഗാനോഡർമ ഉൽപ്പന്നങ്ങളെക്കാൾ എത്ര ശതമാനം കണ്ട് വില കൂടുതലാണ്? ഒരു ഉൽപ്പന്നം എപ്പോഴാണ് വില കൂടുതലും കുറവും ആകുന്നത്? 100 രൂപയുടെ സാധനം 3 ഉപയോഗങ്ങൾ, ഒന്നും നടന്നില്ല. പക്ഷെ 1000 രൂപയുടെ സാധനങ്ങൾ 10 ഉപയോഗം. സംഭവം മാറുന്ന. സാറ്, മുടക്കുന്ന തുകയ്ക്ക് പകരമായി കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മാസം ലഭിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഡീല് സാറിന് ഏതെങ്കിലും ഉൽപ്പന്നം വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ടോ? ഒന്നുകൂടി, മുടക്കുന്ന തുകയ്ക്ക് പകരമായി കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മാസം ലഭിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഡീല് സാറിന് കിട്ടിയിട്ടുണ്ടോ? ഇതാണ് ഈ വില കൂടുതലുള്ള ആളുകൾ, വില കൂടുതലാണെന്ന് പറയുന്ന ആളുകൾക്ക്
നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, കാരണം ഇയാൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്, ഇയാള് ഒരു നല്ല കസ്റ്റമറായിട്ട് നമുക്ക് മാറും. ഒരു ഫിനാൻഷ്യൽ ഡീല് നമുക്ക് കൊടുക്കാം. ആ ഫിനാൻഷ്യൽ ഡീല് പല രീതിയിലാകാം. ഇപ്പൊ എനിക്ക് ചില ആളുകൾ പ്രൊഡക്റ്റ് വിറ്റ് തരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഞാൻ ഫിനാൻഷ്യൽ ഡീല് കൊടുക്കും. അത് എൻ്റെ കസ്റ്റമർ തന്നെയാണ്. അവര് ചിലപ്പോൾ ഒരു 2 സ്പൈറലീന വിറ്റ് തരും. അപ്പൊ ഞാൻ അവർക്കൊരു സോപ്പ് കൊടുത്തെന്ന് വരും. അല്ലെങ്കിൽ തത്തുല്യമായ പണം വാങ്ങിക്കാത്ത ആൾക്കാരാണെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കും. കഴിഞ്ഞ മാസം ഒരാൾക്ക് 1800 രൂപ കൊടുക്കേണ്ടി വന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അയാൾ അതിനും വേണ്ടും എനിക്ക് പ്രൊഡക്റ്റുകൾ വിറ്റ് തന്നു. അപ്പൊ അത്തരത്തിൽ ചില ആളുകളൊക്കെ നമുക്ക് നല്ല നല്ല കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാവും. അവര് ഫിനാൻഷ്യൽ ഡീല് ഓർപ്പിക്കും നമ്മളായിട്ട്. അപ്പോൾ മുടക്കുന്ന തുകയ്ക്ക് പകരമായി കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മാസം ലഭിക്കുന്ന ഫിനാൻഷ്യൽ ഡീല്, അപ്പോൾ ആൾക്ക് ഇൻട്രസ്റ്റ് ആവും. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഡീൽ ഉണ്ട്, അതപ്പോൾ എന്താ പരിപാടി? അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എടുക്കും. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചുപയോഗിച്ചിട്ട് എന്ത് പ്രയോജനമാണ്, എന്ത് പുരോഗതിയാണ് സാമ്പത്തികമായും ആരോഗ്യപരമായും സാറിന് നേടാൻ പറ്റിയത്, അല്ലെങ്കിൽ നമുക്കൊക്കെ നേടാൻ പറ്റിയത്? ഈ ഒരു ചോദ്യം നമ്മളോടും കൂടി ചോദിക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ എഴുതിയിരിക്കുന്നത്. വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചുപയോഗിച്ചിട്ട് ഇതുവരെ എന്ത് പ്രയോജനമാണ്, പുരോഗതിയാണ് സാമ്പത്തികമായും ആരോഗ്യപരമായും നേടി? അവിടെ വളരെ വില കുറഞ്ഞൊരു കുറച്ച് മീനുകൾ വിൽക്കണ്ടായിരുന്നു, ഞാൻ അത് മേടിച്ചിട്ട് വന്നു. എന്തായിരുന്നു അത്? എന്തോ കുഴപ്പം പറ്റിയ മീനായിരുന്നു. അത് കാരണം ഞാനത് കുറച്ച് മേടിച്ചിട്ട് വന്നു. അത് ഞാൻ കഴിച്ചു. അത് ഞാൻ വില കുറഞ്ഞ് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാ. അങ്ങനെ ഞാൻ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ട് ഈ വില കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയാണല്ലോ ചെയ്യണത്. അങ്ങനെ ലാഭം ഉണ്ടാക്കിയിട്ട് അതിൽ എത്ര ശതമാനം പൈസ ഇപ്പൊ ബാങ്കിലുണ്ട്? ഇത് നമ്മൾ ആളുകളോട് ചോദിക്കണം. സാറിപ്പോ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരു ട്രെൻഡ് ഉണ്ട് നമുക്ക്. അങ്ങനെ ഒരു ട്രെൻഡ് ചെയ്തിട്ട് നമ്മൾ എത്ര രൂപയാണ് ഇതുവരെ ലാഭിച്ചത്? എന്ത് ആരോഗ്യപരമായിട്ട് നമ്മൾ എന്ത് നേട്ടാണ് ഉണ്ടാക്കിയത്? ഇതൊക്കെ ചോദിക്കാനായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് സമ്മറൈസ് ചെയ്ത് പറയാം. 30 രൂപയ്ക്ക് ഷർട്ട് കിട്ടും, 1000 രൂപയ്ക്ക് ഷർട്ട് കിട്ടും. ഇതിൽ ഏത് ഷർട്ടാണ് നമുക്കിഷ്ടം? നിങ്ങളൊരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞത് അന്വേഷിക്കില്ല. എന്താ കാരണം എന്നറിയുമോ? ഏറ്റവും വില കുറഞ്ഞത് നിങ്ങൾക്കറിയാം, അത് അധിക ദിവസം ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് നല്ല സ്റ്റാൻഡേർഡുള്ള ഇപ്പോൾ ഒരു 2000 രൂപയുടെ ഷർട്ട്, ഒരു 1500 രൂപയുടെ ഷർട്ട്, അത് നമ്മൾ വാങ്ങിച്ച് നമ്മൾ കൊണ്ടുപോയി ഇട്ട് കുറച്ച് നാളിട്ട് കഴിഞ്ഞാലും അത് കുഴപ്പമില്ല, പിന്നെയും അങ്ങനെ പോകുന്നു. ചില ഷർട്ടുകളൊക്കെ 3 വർഷം 4 വർഷമൊക്കെ കഴിഞ്ഞാലും പുതിയതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ അത്തരത്തില് വില കൂടുതൽ കൊടുക്കുന്നതിന് അതിൻ്റെതായ പ്രയോജനം നമുക്ക് കിട്ടുമെന്നുള്ളത് നമ്മുടെ കസ്റ്റമറിനെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വില കൂടുതലാണ് എന്ന് പറയുന്ന ആളുകൾക്ക് കൊടുക്കാവുന്ന ഒരു ചെറിയ വിവരണമാണ് ഇത്. വീട്ടിലെടുത്ത് എഴുതി വെച്ചതിന് ശേഷം ഇതിന്മേൽ നമ്മൾ വാരിയേഴ്സ് ഇതുമായിട്ടൊരു യുദ്ധം ചെയ്യലാണ്. ഇതിൽ നിങ്ങൾ വലിയ റിസർച്ച് നടത്തണം. ഇതിനേക്കാൾ വളരെ സംഭവബഹുലമായ ഒരു സംഭവവുമായിട്ട് നിങ്ങൾ അടുത്ത മീറ്റിങ്ങിൽ വരണം. അങ്ങനെ വരുമ്പോൾ നമുക്കിതൊരു വലിയ ഒരു സൊല്യൂഷൻ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ആളുകൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും.